വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഒന്നാണ് റഫല്ലോ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. റഫല്ലോ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആണ്. ഇതിൽ കുറേ ഫ്ലേവേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനൊക്കെ ഇതിലുണ്ട്. പിന്നെ എല്ലാ ബേക്കേഴ്സും ട്രൈ ചെയ്യാറുള്ള ഒരു കേക്കാണ് റഫല്ലോ കേക്ക്. അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. കേക്കിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് ആൽമണ്ട് പൗഡർ, 1 കപ്പ് മൈദ, 1 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ വാനില എക്സ്ട്രാക്ട്, 1/2 ടീസ്പൂൺ ആൽമണ്ട് എക്സ്ട്രാക്ട്, 1/4 കപ്പ് ബട്ടർ, 4 മുട്ടയുടെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തത്, 1 നുള്ളു ഉപ്പ്. ഇനി മൈദയും ആൽമണ്ട് പൗഡറും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇനി ഈ ബട്ടർ ഒന്ന് സോഫ്റ്റൻ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു ഫോർക്ക് ഉപയോഗിച്ച് തന്നെ സോഫ്റ്റൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് എഗ് യോക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് പതഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ സൈഡിൽ നിന്ന് ഷുഗർ കുറച്ച് ഇട്ട് കൊടുക്കണം. ബീറ്റർ ഹൈ സ്പീഡിലിട്ട് വേണം ബീറ്റ് ചെയ്യാൻ, അപ്പോൾ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടും. എന്നിട്ട് ആൽമണ്ട് എസൻസും വാനില എസൻസും കൂടി ഒന്ന് ചേർക്കണം. ഇതിലേക്ക് എഗ് യോക്കും ബട്ടറും കൂടി ഉള്ള മിക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്യണം. അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരുന്നത് കുറച്ചായിട്ടൊന്ന് ഇട്ട് കൊടുത്ത് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കണം. ഏകദേശം ഈ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ ഇടണം. 170 പ്രീഹീറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് 170 തന്നെ 20 to 25 മിനിറ്റ്സ് വെച്ച് ബേക്ക് ചെയ്തെടുക്കണം. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുക, ഓരോ ഓവനിലും ഓരോ ബേക്കിംഗ് ടൈം ആയിരിക്കും. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ഓവൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് വേണം ബേക്കിംഗ് ടൈം തീരുമാനിക്കാൻ. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഇനി ബട്ടർ പേപ്പർ ഇട്ട് ലൈൻ ചെയ്ത് ഒരു കേക്ക് ടിന്നകത്തോട്ട് മാറ്റാം. എന്നിട്ട് 170 ഡിഗ്രിയിൽ 20 to 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. മീൻവെയിൽ നമുക്ക് ഫ്രോസ്റ്റിംഗ് റെഡിയാക്കണം. അതിനുവേണ്ടി 200 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ്, 1/4 കപ്പ് ക്യാൻഡ് കോക്കനട്ട് മിൽക്ക്, 2 ടേബിൾ സ്പൂൺ ഷുഗർ, 2 ടേബിൾ സ്പൂൺ ക്രീം ചീസ്, 100 ഗ്രാം വിപ്പിംഗ് ക്രീം പൗഡർ. ക്യാൻഡ് കോക്കനട്ട് മിൽക്ക് ഇതാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇതൊന്ന് ചൂടാക്കി വൈറ്റ് ചോക്ലേറ്റിലോട്ട് ഒഴിച്ചൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ക്രീം ചീസും ഷുഗറും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. അതിനുവേണ്ടി 100 ഗ്രാം വിപ്പിംഗ് പൗഡർ, 1/2 കപ്പ് പാലിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണിത്. ഇതിനെ നന്നായിട്ട് ഹൈ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് മിക്സും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. മിനിറ്റ് കഴിഞ്ഞു. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പ് ഒന്ന് ഫ്ലാറ്റൻ ചെയ്തെടുക്കണം. എന്നിട്ട് 2 ലെയറായിട്ട് കേക്കിനെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഓൾമോസ്റ്റ് ഒരു സെയിം ലെവലിൽ ചുറ്റിനും ടൂത്ത് പിക്ക് വെക്കാമെങ്കിൽ നമുക്കൊരു ഈവൻ ആയിട്ട് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ഈ ക്രീമിൽ നമ്മൾ ഫ്ലേവറിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്റ്റെബിലിറ്റി ഇത്തിരി കുറവായിരിക്കും. പക്ഷേ നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാര്യം ഇതിൻ്റെ പുറത്ത് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് മൊത്തത്തിൽ ഫില്ല് ചെയ്യുന്നുണ്ട് കേക്കിനെ, റഫലോടെ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട്. റഫലോടെ ആ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കേക്കിനെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൊണ്ടൊന്ന് കവർ ചെയ്യണം. ഇതൊരു വൈറ്റ് കേക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണേലും ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇതിനെ ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാൻ അത്ര വലിയൊരു ഗാർണിഷിങ് എക്സ്പേർട്ടൊന്നും അല്ല, അതുകൊണ്ട് കുറച്ച് റഫലോസും ആൽമണ്ട്സും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരാം. ബൈ.